ചേർത്തല പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് അമ്മ ആശയുടെ അറിവോടെ. അമ്മയുടെ ആൺസുഹൃത്ത് ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കുഞ്ഞ് ജനിച്ചത് ആശയുടെ ഭർത്താവ് അറിഞ്ഞിരുന്നുവെന്നും കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വിലക്കിയിരുന്നതായും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം പഞ്ചായത്ത് ഏറ്റെടുത്ത് സംസ്കരിച്ചു. പ്രസവശേഷം കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുന്നത് ഭർത്താവ് വിലക്കിയിരുന്നതിനാൽ ആശുപത്രി വിട്ട അന്ന് തന്നെ കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലിട്ട് ആൺസുഹൃത്തായ രതീഷിനെ ഏൽപ്പിച്ചു. ബിഗ് ഷോപ്പറിൽ സ്കൂട്ടറിൽ വെച്ച് രതീഷ് കുഞ്ഞിനെ വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തിയ ശേഷം കുഞ്ഞ് കരഞ്ഞതോടെ പെട്ടെന്ന് തന്നെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് വീടിന് തൊട്ടടുത്ത് കുഴിച്ചിടുകയായിരുന്നു. ആശ കുഞ്ഞിനെ വിറ്റ വിവരം പ്രചരിച്ചതും പോലീസ് അന്വേഷണം തുടങ്ങിയതും അറിഞ്ഞതോടെ മൃതദേഹം പുറത്തെടുത്ത് കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. പക്ഷെ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, ആ കൊച്ചുമായിട്ട് വീട്ടിൽ വരാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു. അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ ഹോസ്പിറ്റലിൽ KVM ഹോസ്പിറ്റലിൽ വെച്ച് ആണ് ഡെലിവറി നടക്കുന്നത്. ഡെലിവറി നടന്ന് 5th ഡേ ആണ്. അവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത രതീഷിനെ അവിടെ വിളിച്ചു വരുത്തി കൊച്ചിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ രതീഷ് ആക്ച്വലി ഫസ്റ്റ് ഒരു കൺഫ്യൂഷനിലായിരുന്നു, എന്താണ് ചെയ്യേണ്ടതെന്നില്ല. കൊച്ചിനെ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം അതിൻ്റെയായിരുന്നു. പിന്നീടാണ് ഇതിനൊരു എലിമിനേഷൻ അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത്. പിന്നെ കൊച്ചിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് എന്താ വേണ്ട ചെയ്തോ എന്നുള്ള ഒരു വെർഷനും കൂടി ഉള്ളതായിട്ടാണ് രതീഷിന് മനസ്സിലായത്. അങ്ങനെയാണ് ഫസ്റ്റ് അവിടെ ഒരു സ്മോദറിംഗ് ആണ് കാണുന്നത്. സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്, സ്മോദറിംഗ് എന്നുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. മൂപ്പമായി ബുദ്ധിപ്പിടിച്ചിട്ടുള്ള മർഡറാണ് നടന്നിരിക്കുന്നത്. രതീഷ് ഒറ്റയ്ക്കാണോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ DNA പരിശോധനയും നടത്തും. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ കുഞ്ഞിന്റെ മൃതദേഹം പഞ്ചായത്ത് ഏറ്റെടുത്ത് സംസ്കരിച്ചു. കേസിൽ അമ്മയ്ക്കും ആൺസുഹൃത്തിനുമെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിരുന്നു. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജനം, ആലപ്പുഴ.